ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. അപ്പോൾ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികളുടെ ട്രെൻഡിങ് ആണ് പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവുക എന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഗേറ്റ് എക്സാം ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അതായത് ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഗേറ്റ് സ്കോർ ആണ്. അപ്പോൾ ഗേറ്റ് സ്കോർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ സെക്ഷൻ ഓവർവ്യൂ ആണ്. ജനറൽ ക്രൈറ്റീരിയാസ് ഉണ്ട്. ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമുക്ക് നോക്കാം. അഡ്മിഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, നമുക്ക് അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, പിന്നെ ഉള്ളത് നമുക്ക് പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇത്രയും ഈ ഒരു യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് നമ്മുടെ ബേസിക് സാലറി എല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ മെയിൻലി നമുക്കുള്ള രണ്ട് കൺട്രീസാണ് സിംഗപ്പൂറും ജർമ്മനിയാണ് നമ്മുടെ ഈ ഗേറ്റ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സിംഗപ്പൂരിലുള്ള യൂണിവേഴ്സിറ്റീസും ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റീസും നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് യൂണിവേഴ്സിറ്റീസാണ് നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് സിംഗപ്പൂർ. അതിൻ്റെ QS റാങ്കിങ് ആണ്. അതായത് ഓൾ വേൾഡിലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കിങ് ആണ് QS റാങ്കിങ് എന്ന് പറയുന്നത്. ആ റാങ്ക് ആസ് പെർ 2024 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് സിംഗപ്പൂർ NUSൻ്റെ റാങ്കാണ് 8th റാങ്കാണ്. പിന്നെ ഉള്ളത് നയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അത് സിംഗപ്പൂർ തന്നെയുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ റാങ്ക് 15 പിന്നെ ഉള്ളത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് മുനീച്ച് ആണ്. അപ്പോൾ അതിൻ്റെ റാങ്കിങ് 28 ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത് ജർമ്മനിയിലാണ്. പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റി വരുന്നതും ജർമ്മനിയിലാണ്. അതായത് RWTH ആക്ഷൻ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ റാങ്കിങ് 99 QS റാങ്കിങ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി 4 യൂണിവേഴ്സിറ്റീസാണ് ഉള്ളത്. അത് 2 രാജ്യങ്ങളിലായിട്ടാണുള്ളത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളാണ് നമ്മുടെ ഗേറ്റ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് നയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിൽ നമ്മുടെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് നോക്കാം. അവിടെ നമുക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് MS-നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PhD ഓഫേഴ്സും ഉണ്ട്. ഇപ്പോൾ MS ആണെങ്കിൽ 1 to 3 years ആണ് ടൈം പീരീഡ്. അതായത് മിനിമം 1 years മാക്സിമം 3 years. അതുപോലെ PhD ആണെങ്കിൽ മിനിമം 2 years മാക്സിമം 5 years ആണ് പീരീഡ്. ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയൊരു മറ്റൊരു കാര്യമാണ് ഗേറ്റിൻ്റെ കട്ട് ഓഫ് മാർക്കാണ്. അതായത് 90th പെർസെൻറ്റേജ് മാർക്കാണ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ വേണ്ട മിനിമം ക്രൈറ്റീരിയ. ഇപ്പോൾ 90th പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് അല്ല പറഞ്ഞേക്കുന്നത്, പെർസെൻറ്റേജിലാണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഗേറ്റ് സ്കോർ അനുസരിച്ച് ഒരു 500 to 600 റേഞ്ചാണ് ഈ 90th പെർസെൻറ്റേജിൽ വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 500 to 600 എന്ന് പറയുമ്പോൾ ഒരു 3000-ന് താഴെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാവുക. ഇനി ഗേറ്റ് പോലെ വേറൊരു എക്സാം ഉണ്ട്, GRE എക്സാം. അത് നമുക്ക് ഇംഗ്ലീഷ് കൂടുതലുള്ളൊരു എക്സാമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ എത്രത്തോളം നമുക്ക് എഫിഷ്യൻ്റ് ആണ്, എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് GRE എക്സാം. പക്ഷേ നമുക്ക് ഗേറ്റിനോടൊപ്പം തന്നെ ആ GRE എക്സാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് IELTS സ്കോറും വേണം. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒരു സ്കോറ്. അതായത് നമുക്ക് മിനിമം സ്കോർ വേണ്ടത് ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ 6 ഒക്കെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് IELTS സ്കോർ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പടമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ വളരെ കളർഫുൾ ആയുള്ളൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. നമുക്ക് ഇന്ത്യയിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റീസ് ഇല്ല. അപ്പോൾ ഭയങ്കര എക്സ്പോഷേഴ്സും ഭയങ്കര റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ പുറത്ത് പോയിട്ടുള്ള ഈ NT യൂണിവേഴ്സിറ്റി. ഇനി അടുത്ത പോലെ NT യൂണിവേഴ്സിറ്റിയുള്ള സ്കൂൾസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഒരു സ്കൂൾസ് നോക്കാം. സ്കൂൾ ഓഫ് കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്കൂൾ ഓഫ് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്കൂൾ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ സ്കൂൾ ഓഫ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ സ്കൂൾ ഓഫ് മെക്കാനിക്കൽ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അഡ്മിഷന് വേണ്ട മിനിമം ക്രൈറ്റീരിയ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം ഹോണേഴ്സും പറയുന്നുണ്ട്. അതാണ് ഇവിടെ മിനിമം വേണ്ട ക്രൈറ്റീരിയ. പിന്നെ ഉള്ളത് ഗേറ്റ് സ്കോറാണ്. ഗേറ്റ് സ്കോറിൽ ഇവിടെ GRE പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആപ്ലിക്കൻസ് ഫ്രം ഇന്ത്യ എന്നാണെങ്കിൽ നമുക്ക് 3 years വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ മതി വിത്ത് 90% മാർക്കാണ്. മിനിമം മാർക്കാണ് 90% മാർക്ക് പറഞ്ഞേക്കുന്നത്. അതായത് ഗേറ്റിൻ്റെ വാലിഡിറ്റി നമുക്കറിയാം 3 years ആണ് ഗേറ്റിൻ്റെ വാലിഡിറ്റി.
മാത്രമല്ല ഗേറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ IELTSൻ്റെ സ്കോറും വേണം. വിത്ത് മിനിമം ഓഫ് 6 ആണ് ഇവിടെ IELTS സ്കോർ പറഞ്ഞിട്ടുള്ളത്. ഇനി IELTSൻ്റെ വാലിഡിറ്റി 2 years ആണ് IELTSൻ്റെ വാലിഡിറ്റി. ഇനി നമുക്ക് ഇവിടെയുള്ള ടൈം പീരീഡ് ആണ് നോക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ PhD ആണെങ്കിൽ ഏതൊക്കെയാണ് ഫുൾ ടൈമും പാർട്ട് ടൈമും ഉണ്ടാകുമ്പോൾ അവരുടെ മിനിമം മാക്സിമം ടൈം പീരീഡ് നമുക്ക് നോക്കാം. PhD ഫുൾ ടൈം ഇവിടെ നമ്മൾ മെഡിസിൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 years ആണ് ഫുൾ ടൈമിന് മിനിമം, മാക്സിമം 5 years ആണ്. പാർട്ട് ടൈം ആണെങ്കിൽ 3 yearsഉം 5 yearsഉം ആണ് മാക്സിമം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ MS ആണ്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഫുൾ ടൈം ആണെങ്കിൽ മിനിമം 1 yearsഉം മാക്സിമം എത്രയാണ് 3 yearsഉം ആണ് പാർട്ട് ടൈം ഫുൾ ടൈമിന് ഉണ്ടാകുന്നത്. പാർട്ട് ടൈമിന് ഇതേപോലെ തന്നെ 1 yearsഉം 3 yearsഉം ആണ് ടൈം പീരീഡ്. ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. അപ്പോൾ ഇത് സിംഗപ്പൂരിലെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയും നമുക്ക് ഗേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതും സെയിം തന്നെയാണ്. അതായത് ഹോണേഴ്സ് വേണം, BTech മിനിമം ഉണ്ടാവണം, പിന്നെ IELTS വിത്ത് മിനിമം സ്കോർ 6 ആണ്. ഇവിടെയും പറഞ്ഞിട്ടുള്ളത് 90% ഗേറ്റ് സ്കോർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല സ്കോർ വാങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്താണ് നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള പോസിബിലിറ്റിയും കൂടുകയാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. ജർമ്മനിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മുനീച്ച് ആണ്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് സിവിൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് പറ്റിയ കോഴ്സാണ് നമുക്ക് നോക്കുന്നത്. കൺസ്ട്രക്ഷൻ ഉണ്ട്, കമ്പ്യൂട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്ട്രക്ചറൽ മെക്കാനിക്സ് ഉണ്ട്, എനർജി എഫിഷ്യൻ്റ് ഉണ്ട്, സസ്റ്റൈനബിൾ പ്ലാനിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ പ്രോസസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോയിൽ മെക്കാനിക്സ് ഉണ്ട്, റോക്ക് മെക്കാനിക്സ് ആൻഡ് ടണൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, സ്ട്രക്ചറൽ ഫിസിക്സ് ഉണ്ട്, വുഡൻ സ്ട്രക്ചർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോഴ്സുകളുണ്ട്. ഹൈഡ്രോഡൈനാമിക്സ് ഉണ്ട്, മെറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അർബൻ വാട്ടർ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളും ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റി ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് നോക്കാം. ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയാണ് RWTH ആച്ചൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി. വളരെ മനോഹരമായിട്ടൊരു കാൻഡിലിവർ ബീം പോലെയുള്ളൊരു സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ വാട്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്, ടണൽ കൺസ്ട്രക്ഷൻ ആൻഡ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി വേണം എന്നും കൂടി നമ്മൾ ആദ്യം ഫൈനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം ഏത് കോഴ്സാണ് നമുക്ക്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റും കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പറ്റിയ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മൾ ആദ്യം ഫൈനലൈസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു 4 യൂണിവേഴ്സിറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ അത് 2 സിംഗപ്പൂരും 2 ജർമ്മനിയിലാണ്. അപ്പോൾ ഇനി പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഇനീഷ്യലി എത്ര കോസ്റ്റ് ആവും ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ഒരു സെമസ്റ്റർ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10 to 12 ലക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു MS എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 50 ലക്ഷം രൂപ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ചിലവാകും. അപ്പോൾ ഈ ഒരു പൈസ കേൾക്കുമ്പോൾ പലരും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്കിപ്പോൾ ഒരുപാട് ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇനി അടുത്തതാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ മിനിമം സാലറിയാണ് ഇവിടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അവർ പറയുന്നത് മിനിമം സാലറി പറയുന്നത് 1,05,179 ഇൻ USD ആണ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം എത്രയാവും? 80 ലക്ഷമാണ്. അപ്പോൾ നമ്മളൊരു 50 ലക്ഷം നമ്മൾ, അതായത് പെർ ആനത്തിലാണ് പറയുന്നത്, 80 ലക്ഷം LP ആണ്. അപ്പോൾ 80 ലക്ഷം LP ആകുമ്പോൾ ഏകദേശം ഒരു മാസം ഒരു 6-7 ലക്ഷത്തിൻ്റെ അടുത്താണ് വരിക. ഒരു മാസത്തെ സാലറിയാണിത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഇനീഷ്യലി ഒരു 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലോണോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, പാസ് ഔട്ട് ചെയ്താൽ കിട്ടുന്ന സാലറിയാണ് 80 ലക്ഷം പെർ ആനം. അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ 5,02,800 ആണ്. അത് ഏകദേശം വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വരും? 4 കോടിയാണ് വരിക മാക്സിമം സാലറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാലറി റേഞ്ച്. മിനിമം 80 ലാക്സും മാക്സിമം 4 കോടിയാണ് ഈ റേഞ്ച് വരുന്നത്.
അപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ സാലറി റേഞ്ചൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി പുതുമയുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളെ ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഒക്ടോബർ 3 വരെ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇനിയും അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഗേറ്റ് വഴി ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് പറക്കാനും പറ്റിയൊരു അവസരമാണ് ഗേറ്റ് എക്സാം. അപ്പോൾ ഗേറ്റ് എക്സാം നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.